അത് വളരെ ഗൗരവമായ സംഗതിയാണ്. പോലീസ് ഗൗരവമായി തന്നെ പ്രശ്നത്തെ കണ്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി രാവിലെ തന്നെ സംസാരിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ചില രീതികൾ, ഇപ്പോൾ ഒരു ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ഒരാളുടെ മരണത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ, വണ്ടി ഇടിക്കുക, അതിനെ തുടർന്ന് ആൾ കൊല്ലപ്പെടുക എന്ന രൂപത്തിലേക്ക് എത്തുന്നു. അത് കർശനമായി തന്നെ ഗവൺമെൻറ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ അതിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്നതായിരിക്കും. അതെ, നമ്മുടെ നാട് ഒറ്റക്കെട്ടായി ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർവരമ്പുകൾക്ക് അതീതമായി ഒരേ വികാരത്തോടു കൂടിയാണ് ഭീകരവാദത്തിനെതിരെയുള്ള സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭീകരവാദികളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിൽ അയൽരാജ്യമായ പാകിസ്ഥാൻ ഉണ്ട് എന്ന് കണ്ടെത്തിയപ്പോഴാണ് ഭീകരതയെ തകർക്കുക എന്ന നിലപാട് രാജ്യം സ്വീകരിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ മനസ്സോടുകൂടി ഗവൺമെന്റിനൊപ്പം നിന്നു. രാജ്യത്ത് ജനങ്ങൾ ഒരേ മനസ്സോടൊപ്പം നിന്നു. അപ്പോൾ അതിൽ വളരെ സാഹസികമായ ദൗത്യം നിർവഹിച്ചുള്ള ആളുകളെ മതത്തിൻ്റെ പേരിൽ തെരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തി ഈ രൂപത്തിൽ അവർക്കെതിരെ ആക്രമണം നടത്തുന്നു. അതിനൊരു മന്ത്രി തന്നെ, സംസ്ഥാന മന്ത്രി തന്നെ നേതൃത്വം നൽകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവകരമാണ്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് തുടരാൻ അവകാശമില്ല എന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടുകൂടി വ്യക്തമാക്കി കഴിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ രാജിവെച്ചൊഴിയാനായിട്ട് അദ്ദേഹം തയ്യാറാകേണ്ടതുണ്ട്. അല്ല, ഇപ്പോഴത്തെ അത് അഭിഭാഷകന്റെ കാര്യത്തിൽ ഇന്നലെ തന്നെ ഞാൻ അവിടെ പോയി സന്ദർശിച്ചിരുന്നു. അവ സംബന്ധിച്ച് അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. മറ്റൊരു ഗൗരവമായ പ്രശ്നം എന്നുള്ളത്, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്ര പ്രാധാന്യമുള്ളൊരു വിധിയാണ് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് തമിഴ്നാട് കേസിലുണ്ടായത്. 414 പേജുള്ള ആ വിധി ഗവർണറുടെയും പ്രസിഡന്റിന്റെയും ബില്ലുകളിൽ അനുമതി നൽകുന്നത് സംബന്ധിച്ചുള്ള പഴയകാലത്തെ നിലപാടുകൾ, ഇന്ത്യൻ സ്വതന്ത്രമാകുന്നതിന് മുമ്പുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനകത്തുള്ള അത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ, വിവിധ രാജ്യങ്ങൾക്കകത്തുള്ള വ്യവസ്ഥകൾ, ഇന്ത്യക്കകത്ത് ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകൾ, ഇതെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് 414 പേജുള്ളൊരു വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ആ വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രസിഡൻഷ്യൽ റെഫറൻസിലേക്ക് പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വിധി വന്നാൽ അതിന് വ്യത്യസ്തതയുണ്ടെങ്കിൽ സുപ്രീം കോടതി ഏറ്റവും അവസാനത്തെ കോടതി ആയതുകൊണ്ട് പുനഃപരിശോധനയോ ക്രിയേറ്റീവ് ഹർജിയോ സാധാരണ കൊടുക്കാൻ ഭരണഘടനാപരമായിട്ടും സുപ്രീം കോടതിയുടെ നിയമപ്രകാരവും ഏതൊരാൾക്കും അവകാശമുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ പ്രസിഡന്റിൻ്റെ റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിധിയെ മറികടക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി തന്നെ ഇപ്പോൾ 2G കേസ് പരാമർശിക്കുമ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഫറൻസിനകത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് പാർട്ടികൾ തമ്മിലുള്ള തർക്കമാണ് എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. കാവേരി കേസിനകത്ത്, രണ്ടാമത്തെ കാവേരി കേസിനകത്ത് സുപ്രീം കോടതി വ്യക്തമാക്കി, ഒരു സുപ്രീം കോടതി വിധിയെ റെഫറൻസ് കൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുവായ ഭരണഘടനാ പ്രശ്നങ്ങളോ അത് സംബന്ധിച്ചുള്ള സംശയങ്ങളോ പ്രസിഡന്റിന് സുപ്രീം കോടതിയിൽ അഭിപ്രായം തേടാനാണ് 143-ാമത്തെ ഭരണഘടനാ ആർട്ടിക്കിൾ അത് സംബന്ധിച്ച് അവകാശം നൽകുന്നത്. അതിനും വ്യത്യസ്തമായി ഇപ്പോൾ വന്നിട്ടുള്ള വിധിയെ ദുർബലപ്പെടുത്തുന്നതിനോ അതിനെ മറികടക്കുന്നതിനോ മറ്റ് സംസ്ഥാനങ്ങൾക്കും മറ്റ് ബില്ലുകൾക്കും അത് ബാധകമാക്കാതിരിക്കാനോ ഉള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അത് സുപ്രീം കോടതിക്ക് ഇത് ബൈൻഡിംഗ് അല്ല. സുപ്രീം കോടതി ഈ ഭരണഘടനാ ആർട്ടിക്കിൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സുപ്രീം കോടതിക്ക് അത് ആവശ്യമാണ് എന്ന് കണ്ടാൽ മാത്രമാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുള്ളൂ. ഭരണഘടനാ അസംബ്ലിയിൽ ഇത് അന്ന് 119-ാമത്തെ ആർട്ടിക്കിളായിരുന്നു. അത് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശ്രീ കാമത്ത് ചോദിക്കുന്നുണ്ട്, സുപ്രീം കോടതിക്ക് പ്രസിഡന്റ് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച് ഒപ്പീനിയൻ കൊടുക്കേണ്ടതുണ്ടോ, അത് സംബന്ധിച്ച് അഡ്വൈസ് കൊടുക്കേണ്ടതുണ്ടോ, അത് ബൈൻഡിംഗ് ആണോ എന്ന പ്രശ്നം ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ ചോദ്യം ഉയരുകയുണ്ടായി. അതിന് മറുപടി ആയിക്കൊണ്ട് ഒറ്റ വാചകത്തിൽ തന്നെ അംബേദ്കർ വ്യക്തമാക്കി, ഇത് ബൈൻഡിംഗ് അല്ല, സുപ്രീം കോടതിക്ക് പരിശോധിച്ചിട്ട് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള വിധി ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ഉയർത്തിപ്പിടിക്കുന്നൊരു വിധിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തെ അതേ രൂപത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.